ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ടെൻസും കംപ്ലീറ്റ് ചെയ്തു, കോൺകോഡും കംപ്ലീറ്റ് ചെയ്തു. ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോൺകോഡിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കോൺകോഡ് പഠിച്ചിട്ടുള്ള പലരും ഇപ്പം ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത്രയും റൂൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ മൈൻഡിൽ വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് അവസാനം സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ 50 ഡേയ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും അല്ലേ, ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കോൺകോഡിന്റെ മോക്ക് ടെസ്റ്റിനകത്ത് നമുക്ക് 2 സെഷൻസ് ആണുള്ളത്. അതായത് ആദ്യത്തെ പാർട്ടിനകത്ത് 21 ക്വസ്റ്റ്യൻസ് ഉണ്ട്, രണ്ടാമത്തെ പാർട്ടിനകത്തും 21 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 21 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് 20 പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം തെറ്റിയിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്കത് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 20 years ഡാഷ് ദി മിനിമം ഏജ് ടു ഫിൽ ദിസ് ഫോം. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആണോ, എസ് ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ? 20 years ഡാഷ് ദി മിനിമം ഏജ് ടു ഫിൽ ദിസ് ഫോം. ആൻസർ എസ് ആണ് അല്ലേ. എന്തുകൊണ്ട് എസ് ആൻസർ ആയിട്ട് വന്നേ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, മെഷർമെന്റ്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ എസ് ആണെങ്കിലും ഹാസ് ആണെങ്കിലും സിംഗുലർ ആണെന്ന് നമുക്കറിയാം. ആറും ഹാവും നമുക്കെടുത്ത് മാറ്റാം, കാരണം അത് രണ്ടും പ്ലൂറലാണ്. അപ്പൊ എന്തുകൊണ്ട് ഹാസ് വരാതിരുന്നേ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് ഷീ ഹാസ് എ ഡോൾ എന്ന് പറഞ്ഞാൽ എന്താ? അവൾക്കൊരു ഡോൾ ഉണ്ട് അല്ലെ. അതേപോലെ 20 years ഹാസ് ദി മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ 20 yearsന് ഉണ്ട് എന്നുള്ള രീതിയിലായി പോകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ് യൂസ് ചെയ്യാതെ കേട്ടോ. അപ്പൊ 20 years ഇസ് ദി മിനിമം ഏജ് ടു ഫിൽ ദിസ് ഫോം. ഈ ഫോം ഫിൽ ചെയ്യാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 20 years ആണ്. കിട്ടിയോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ബീൻ മിസ്സിംഗ് ഫ്രം മൈ വാർഡ്രോബ്. ഹാവ് ആണോ, ഹാസ് ആണോ, വേർ ആണോ, ആറാണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ. എ പെയർ ഓഫ് ഷൂസ്, ആൻസർ ഹാസ് ആണ് അല്ലേ. എ പെയർ ഓഫ് ഷൂസ് ഹാസ് ബീൻ മിസ്സിംഗ് ഫ്രം മൈ വാർഡ്രോബ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഷൂസ്, സ്പെക്ടക്കിൾസ്, പിന്നെ എന്തൊക്കെയാ പൈജാമാസ്, ബൈനോക്കുലേഴ്സ്, ഇതൊക്കെ ഒറ്റയ്ക്ക് വരുന്ന കേസുകളിൽ അതിനുശേഷം നമ്മൾ ആറാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യുക അല്ലേ. ഏതൊക്കെയാണ്? സിസേഴ്സ്, സ്പെക്ടക്കിൾസ്, ട്രൗസർ, പാൻറ്, പൈജാമ, സോക്സ്, ബൈനോക്കുലേഴ്സ്, ഇതൊക്കെ വരുന്ന കേസുകളിൽ അതിനൊക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കാണുന്നത്. രണ്ടെണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുമല്ലോ. ആ കേസിലൊക്കെ നമ്മൾ പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഷൂസ് ഒറ്റയ്ക്കാണോ? അല്ല. അതിന് മുമ്പിൽ പെയർ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്. അപ്പൊ ഇതേപോലെ എ പെയർ ഓഫ് വരുമ്പോൾ ശ്രദ്ധിക്കണം. അതിനുശേഷം എന്താ വരണ്ടേ? സിംഗുലർ വെർബ് വേണം വരാൻ. എന്താ വരണ്ടേ? സിംഗുലർ വെർബ് വേണം വരാൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂരല്, വേറ് പ്ലൂരല്, ആറ് പ്ലൂരല്, ഇത് മൂന്നും പറ്റില്ല അല്ലെ. നമ്മുടെ ആൻസർ എന്താ? ഹാസ് ആണ്. കിട്ടിയോ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ടു യു ഡാഷ് റോങ്. ആൻസർ വേർ ആണോ, വാസ് ആണോ, ആറാണോ, ഹാവ് ബീൻ ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ടു യു ഡാഷ് റോങ്. ആൻസർ വാസ് ആണ്. വാസ് റോങ്. എന്തുകൊണ്ടാണ് വാസ് ആൻസർ ആയിട്ട് വന്നേ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻഫോർമേഷൻ ആണ് അല്ലെ. ദ ഇൻഫോർമേഷൻ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സബ്ജക്റ്റും അതൊക്കെ കണ്ടുപിടിക്കാനുള്ളതൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ? അല്ല, അൺകൗണ്ടബിൾ ആണ് അല്ലെ. അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അൺകൗണ്ടബിൾ ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ അതിനുശേഷം എന്താ യൂസ് ചെയ്യണ്ടേ? സിംഗുലർ വെർബ്. ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, വേർ എന്ന് പറഞ്ഞാൽ പ്ലൂരല്, ആറ് പ്ലൂരല്, ഹാവ് ബീൻ പ്ലൂരല് അല്ലേ. അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരിക? വാസ് ആണ് ആൻസർ ആയിട്ട് വരിക. ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ടു യു വാസ് റോങ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ടേക്സ് ആണോ, ടേക്ക് ആണോ, ടുക്ക് ആണോ, വിൽ ടേക്ക് ആണോ? ആൻസർ ഈച്ച് ക്യാൻ ടേക്ക് ആണ് കേട്ടോ. ടേക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത് ചിലപ്പോൾ പലരും തെറ്റിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 21 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഔട്ട് ഓഫ് 20 നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഈ ഒരു ടൈപ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക. ഈ ഈച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്, ഈച്ച് മാത്രമല്ല വേറെ ഏതൊക്കെ വാക്കുകൾ ഉണ്ടായിരുന്നേ? ഈച്ച്, ഐദർ, നൈദർ, എവ്രിബഡി, എവ്രിബഡി, പിന്നെ എന്താ സംബഡി, സംവൺ, എനിബഡി, ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകളുടെ ഒപ്പം നമ്മൾ സാധാരണ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യാറ് അല്ലെ. നമ്മൾ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്.
ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ശേഷം സിംഗുലർ വെർബ്. ഒന്നുകൂടെ പറയാം. ഈച്ച്, നൈദർ, ഐദർ, എവരിബഡി, സംബഡി. ഇങ്ങനെ ബഡി വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈച്ച്, ഐദർ, നൈദർ, എവരി വൺ, നോ വൺ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കേട്ടോ. അതിൻ്റെ ഒപ്പം നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഈച്ചിന് ശേഷം ഉടനെ ഡാഷ് വന്നിട്ടില്ല അല്ലെ. അതിന് മുമ്പിൽ ഒരാളിരിക്കുന്നുണ്ട്, ക്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പൊ ഈ ക്യാൻ എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വെർബാണ്. എന്താണ്? മോഡൽ ഓക്സിലറി വെർബ്. അപ്പൊ ഇതേപോലെയുള്ള ക്യാന് അല്ലെങ്കിൽ വില്ല്, ഷാല്, ഷുഡ് ഇങ്ങനെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേക്കണം, അതിനുശേഷം നമ്മൾ എപ്പോഴും ബേസ് ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. എന്ത് യൂസ് ചെയ്യണം? ബേസ് ഫോം ഓഫ് ദി വെർബ്. ബേസ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം നമ്മൾ എസ് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരേണ്ടത്? ടേക്ക് ആണ് വരേണ്ടത്. അതായത് ഇപ്പൊ ഇവിടെ ക്യാൻ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചോ, ഈ ക്യാൻ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് പറയും? ടേക്സ് നമ്മൾ പറയും. കാരണം ഈച്ചിന് ശേഷം സിംഗുലർ വെർബ് വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ടേക്സ് പറയും. പക്ഷെ ഇവിടെ ക്യാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഈച്ച് വെച്ചിട്ടുള്ള എക്സാമ്പിൾ അല്ല, വേറൊരു എക്സാമ്പിൾ കേട്ടോ. ഷീ വിൽ ഗോ എന്നല്ലേ നമ്മൾ പറയാ അല്ലെ? ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിലും വില്ല് വന്നു കഴിയുമ്പോൾ, വില്ല് എന്ന് പറഞ്ഞാൽ മോഡൽ ഓക്സിലറി വെർബ്, ആ വില്ല് വന്നു കഴിയുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? ഗോസ് എന്നാണോ പറയുന്നത്? അല്ല, ഷീ വിൽ ഗോ എന്നാ പറയാം അല്ലെ. അല്ലെങ്കിൽ ഹീ വിൽ കം എന്ന് പറയും, അല്ലെങ്കിൽ ദേ വിൽ ഗോ എന്ന് പറയും. അതായത് സബ്ജക്റ്റ് ഏതാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എന്ത് വരണം? ബേസ് ഫോം ഓഫ് ദി വെർബ് വരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ആൻഡ് എവറി മെമ്പർ ഡാഷ് ടു വോട്ട്. ഈച്ച് ആൻഡ് എവരി വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം അല്ലെ. സിംഗുലർ ആണ്. ഇവിടെ നോക്കിയേ, ഹാവ് പ്ലൂരല്, ആറ് പ്ലൂരല്. ആൻസർ ഹാസ്. ഈച്ച് ആൻഡ് എവരി മെമ്പർ ഹാസ് ടു വോട്ട്. അടുത്ത ചോദ്യം നോക്കാം. ഫിസിക്സ് ഡാഷ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ആറാണോ, വേർ ആണോ, എസ് ആണോ, ഹാവ് ബീൻ ആണോ? പറഞ്ഞോളൂ. ഫിസിക്സ് ഡാഷ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഫിസിക്സ് എസ് ആണ് അല്ലെ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സ് ഇങ്ങനെ എസ് വെച്ചിട്ട് അവസാനിക്കുന്ന ആൾക്കാരല്ലേ. ഫിസിക്സ്, പിന്നെ മീസൽസ്, ന്യൂസ് ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ അതിന് ശേഷം നമ്മൾ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ അല്ലെ. ഇവിടെ എസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സിംഗുലർ വേണം യൂസ് ചെയ്യാൻ അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ നോക്കുക. ആറ് പ്ലൂരല്, വേറ് പ്ലൂരല്, ഹാവ് ബീൻ പ്ലൂരല് അല്ലെ. എസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം. മെനി എ മാൻ ഡാഷ് സഫേർഡ് ഡ്യൂറിങ് പാർട്ടീഷൻ. മെനി എ മാൻ പറഞ്ഞോളൂ. ഹാവ് ആണോ, ഹാസ് ആണോ, വേർ ആണോ, എസ് ആണോ? ആൻസർ മെനി എ മാൻ ഹാസ് സഫേർഡ് ആണ് അല്ലെ. കാരണം എന്താ? നമ്മൾ ഇന്നലെ കോഡ് വെച്ച് പഠിപ്പിച്ചാണ്. മെനി എ വന്നു കഴിയുമ്പോൾ മാസ് എന്ന് ആലോചിക്കുക അല്ലെ. അപ്പൊ സിംഗുലർ നൗണും സിംഗുലർ വെർബും. മെനി എ വന്നു കഴിഞ്ഞാൽ മാസ്, സിംഗുലർ നൗണും സിംഗുലർ വെർബും. ഓക്കെ, അപ്പൊ ഇവിടെ സിംഗുലർ നൗൺ വന്നിട്ടുണ്ട് അല്ലെ. ഇനി സിംഗുലർ വെർബ് വരണം. വെർബ് സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ എസ് ആണ്. ഹാവും വേറും നമുക്ക് മാറ്റാം. ഇനി നോക്കിയാൽ മെനി എ മാൻ ഡാഷ് സഫേർഡ് ഡ്യൂറിങ് പാർട്ടീഷൻ. എസ് ആണെങ്കിൽ പാസീവ് ആയിട്ട് മാറും, ഹാസ് ആണെങ്കിൽ ആക്റ്റീവ് ആയിട്ട് മാറും. ഇനി എസ് ആണോ ഹാസ് ആണോ എന്ന് എങ്ങനെ തീരുമാനിക്കുന്നേ? നമുക്ക് ക്രിയോട് ചോദിക്കാം അല്ലെ. ആരാണ് സഫർ ചെയ്തേ? ആൾക്കാരാണ് സഫർ ചെയ്തേ അല്ലെ. അപ്പൊ സഫർ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് നമ്മുടെ സബ്ജക്ട് സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ഏത് വോയിസാ? ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ആകുമ്പോൾ അവിടെ എന്താ വരണ്ടേ? അവിടെ ഹാസ് സഫേർഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഹാസ് സഫേർഡ്. മെനി എ മാൻ ഹാസ് സഫേർഡ് ഡ്യൂറിങ് പാർട്ടീഷൻ. ഇനി ഈ ആക്റ്റീവും പാസീവും മനസ്സിലാവാത്ത ആൾക്കാർ വിഷമിക്കേണ്ട. നമ്മൾ ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് ആക്റ്റീവും പാസീവും പഠിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഹാസ് ആണ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. ദ ഡോഗ് ആൻഡ് ദ കാറ്റ് ഡാഷ് ബീൻ ഫെഡ്. ആൻസർ എന്താ വരിക? ഹാസ് ആണോ, ഹാവ് ആണോ, ആറാണോ, എസ് ആണോ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ദ ഡോഗ് ആൻഡ് ദ കാറ്റ്. ദ ഡോഗ്, ദ കാറ്റ്, രണ്ട് ദ ഉണ്ട്. അപ്പൊ ആൻസർ പ്ലൂറൽ ആയിരിക്കണം അല്ലെ. വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ആൻസർ ഹാവ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഹാസും എസും നമുക്ക് മാറ്റാം. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ദ അല്ലെങ്കിൽ രണ്ട് മൈ അല്ലെങ്കിൽ എന്താ രണ്ട് ആർട്ടിക്കിൾ ഇങ്ങനെയൊക്കെ രണ്ടെണ്ണം ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ പ്ലൂറൽ വെർബ് ആയിരിക്കും യൂസ് ചെയ്യാം അല്ലെ. എന്നാലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇവിടെ എന്തുകൊണ്ട് ആറ് വരാതിരുന്നേ? അപ്പൊ ഇവിടെ ബീൻ എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ബീന്റെ ഒപ്പം ഉണ്ടാവുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഹാവ് വരാം, അല്ലെങ്കിൽ ഹാസ് വരാം, അല്ലെങ്കിൽ ഹാഡ് വരാം. ഈ മൂന്ന് വാക്കുകളായിരിക്കും ബീന്റെ ഒപ്പം വരിക കേട്ടോ. അപ്പൊ ഇവിടെ ആറ് എന്തായാലും നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ആറിനെ ക്യാൻസൽ ചെയ്തത്. ഓക്കെ, സോ ദ ഡോഗ് ആൻഡ് ദ കാറ്റ് ഹാവ് ബീൻ ഫെഡ് ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഐദർ യു ഓർ ഐ ഷുഡ് ഡാഷ് ദി ലീഡ്. ടേക്സ് ആണോ, ടേക്ക് ആണോ, ടേക്കിംഗ് ആണോ, ടുക്ക് ആണോ? ആലോചിച്ചിട്ട് പറയാ. ഐദർ യു ഓർ ഐ ഷുഡ് ഡാഷ് ദ ലീഡ്. ആൻസർ ടേക്ക് ആണ്. ഏതാണ്? ടേക്ക് ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇങ്ങനെയുള്ള വാക്കുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് അനുസരിച്ചിട്ട് വേണം വെർബ് ഫില്ല് ചെയ്യാൻ അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഐക്ക് ശേഷം ഷുഡ് വന്നിട്ടുണ്ട്
അല്ലേ? അപ്പൊ എപ്പോൾ മോഡൽ ഓക്സിലറി വെർബ് വന്നാലും ശ്രദ്ധിച്ചോണം, അതിനുശേഷം എപ്പോഴും ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോൾ മോഡൽ ഓക്സിലറി ഷുഡ്, വുഡ്, ക്യാന്, വില്ല്, മേ, മൈറ്റ് ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അതിനുശേഷം എപ്പോഴും ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും, എസ് ഒന്നും ചേർക്കാത്ത ഫോം ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഐദർ യു ഓർ ഐ ഷുഡ് ടേക്ക് ദ ലീഡ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഐദർ ഓർ ആണ് പറഞ്ഞത് അല്ലേ? ഈ ഐദർ ഓർ വരാണെങ്കിൽ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റ് അനുസരിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി സപ്പോസ് ഐദർ ഓറിന് പകരം ഐദർ മാത്രമാണ് വരണേന്ന് വിചാരിക്കുക. ഓക്കെ, ഐദർ മാത്രമാണ് വരണമെങ്കിൽ എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും. അപ്പോൾ തമ്മിൽ മാറിപ്പോരുത് കേട്ടോ, ഐദർ ഓറും ഉണ്ട് ഐദറും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈച്ച് ഓഫ് ദി ബോയ്സ് ഡാഷ് ഇന്റലിജന്റ്. എന്താ ആൻസർ ആയിട്ട് വരിക? ആരാണോ, ഇസ് ആണോ, വേർ ആണോ, ഹാസ് ആണോ? ആൻസർ ഈച്ച് ഓഫ് ദി ബോയ്സ് ഇസ് ഇന്റലിജന്റ് അല്ലെ? ഇസ് ഇന്റലിജന്റ് ആണ്. ബോയ്സിലെ ഓരോരുത്തരും, ഈച്ച് ആണ് അല്ലെ? ബോയ്സിലെ ഓരോരുത്തരും. അപ്പൊ ഈച്ച് ഓഫ് ദി ബോയ്സ് ഇസ് ഇന്റലിജന്റ് ആണ് ആൻസർ ആയിട്ട് വരാം. സിംഗുലർ ആയിരിക്കും വരിക കേട്ടോ, ഈച്ച് വരുമ്പോൾ സിംഗുലർ വെർബ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആറ് മാറ്റാം, പ്ലൂറലാണ്, വേർ മാറ്റാം, പ്ലൂറലാണ്. ഹാസ്, ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാ. ഈച്ച് ഓഫ് ദി ബോയ്സ് ഹാസ് ഇന്റലിജന്റ് നമ്മൾ പറയോ? അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷീ ഹാസ് എ ഡോൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു ഡോൾ ഉണ്ട്. അപ്പൊ ഈച്ച് ഓഫ് ദി ബോയ്സ് ഹാസ് ഇന്റലിജന്റ് എന്ന് നമ്മൾ പറയില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണത് മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഐദർ മീര ഓർ ഐ ഡാഷ് ഓൾവേസ് ലേറ്റ് ഫോർ ദി ക്ലാസ്. ഐദർ മീര ഓർ ഐ ഡാഷ് ഓൾവേസ് ലേറ്റ് ഫോർ ദി ക്ലാസ്. ഇസ് ആണോ, വാസ് ആണോ, ആം ആണോ, വേർ ആണോ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഐദർ ഓർ അല്ലെങ്കിൽ നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതൊക്കെ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് വേണം നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ അല്ലേ? അപ്പൊ ഐക്ക് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇസ് യൂസ് ചെയ്യോ? ഇല്ല അല്ലെ? ഐ ഇസ് നമ്മൾ പറയാറില്ല. ഐ ആം എന്ന് പറയും അല്ലെ? ഐ വാസ് നമ്മൾ പറയും. ഐ വേർ നമ്മൾ പറയോ? ഇല്ല. ഐ വേർ നമ്മൾ പറയും എപ്പോഴാ? ഇമാജിനറി സിറ്റുവേഷൻ ആണെങ്കിൽ പറയും. അപ്പൊ ഇവിടെ ഇമാജിനറി സിറ്റുവേഷൻ വല്ലതും ആണോ? അല്ല. അപ്പൊ ഐ വേർ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പൊ ഒന്നല്ലെങ്കിൽ ഐ വാസ് അല്ലെങ്കിൽ ഐ ആം. ഇനി വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസാ. പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? എഗോന്നോ, യെസ്റ്റർഡേന്നോ, ലാസ്റ്റ് മന്തോ? ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് വാസ് എടുത്ത് മാറ്റാം. നമ്മുടെ ആൻസർ എന്താ? ആം ആണ്. ഐദർ മീര ഓർ ഐ ആം ഓൾവേസ് ലേറ്റ് ഫോർ ദി ക്ലാസ്. അടുത്ത ചോദ്യം നോക്കാം. ദ ജെൻട്രി ഡാഷ് എ ലക്ഷൂറിയസ് ലൈഫ്. എന്തായിരിക്കും ആൻസർ വരിക? ദ ജെൻട്രി ഡാഷ് എ ലക്ഷൂറിയസ് ലൈഫ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആൻസർ ലീഡ് ആണ് അല്ലെ? ലീഡ് ആണ്. കാരണം എന്താ? നമ്മൾ ഇന്നലെ പഠിച്ചതാണ് കാറ്റിൽ, കാവലറി, ജെൻട്രി, ക്ലേർജി, പീപ്പിൾ, പോലീസ്. ഇതിന്റെയൊക്കെ ഒപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂരൽ വെർബ് വേണം യൂസ് ചെയ്യാൻ അല്ലെ? പ്ലൂരൽ വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലീഡ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. എ പെയർ ഓഫ് സിസേഴ്സ് ഡാഷ് ഓൺ ദി ടേബിൾ. എന്തായിരിക്കും ആൻസർ വരിക? എ പെയർ ഓഫ് സിസേഴ്സ് ഇസ് ഓൺ ദി ടേബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ? സിസേഴ്സ്, സ്പെക്ടക്കിൾസ്, ബൈനോക്കുലേഴ്സ് ഇതൊക്കെ പ്ലൂറൽ ആയിരിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ എ പെയർ ഓഫ് വന്നുകൊണ്ട് തന്നെ സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ ഇസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത് ശ്രദ്ധിക്കുക. സെവറൽ പെയേഴ്സ് ഓഫ് ഷൂസ് ഡാഷ് മിസ്സിംഗ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇസ് ആണോ, ഹാസ് ആണോ, ആർ ആണോ, ഹാവ് ആണോ? സെവറൽ പെയേഴ്സ് ഓഫ് ഷൂസ് ഡാഷ് മിസ്സിംഗ്. പറഞ്ഞോളൂ. ആൻസർ ആർ മിസ്സിംഗ് ആണ് കേട്ടോ. ഇവിടെ ആർ മിസ്സിംഗ് ആ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഷൂസ്, സ്പെക്ടക്കിൾസ്, ബൈനോക്കുലേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ പ്ലൂറൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അല്ലെ? പ്ലൂറൽ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? എ പെയർ ഓഫ് വെച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ എ പെയർ ഓഫ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു പെയർ ആണ് അല്ലെ? ഒരു പെയർ എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ സിസേഴ്സ് ഒക്കെ? ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്തേനെ. പക്ഷേ എ പെയർ ഓഫ് വന്നുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്തു. ഇനി എ പെയർ ഓഫിന് പകരം സെവറൽ പെയേഴ്സ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാൻ. എന്ത് യൂസ് ചെയ്യണം? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചേക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ ഡാഷ് ഗ്രേസിംഗ് ഔട്ട്സൈഡ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ ഡാഷ് ഗ്രേസിംഗ് ഔട്ട്സൈഡ്. ഇസ് ആണോ, ആർ ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ. ആൻസർ ആറാണ് അല്ലെ? കാരണം ഒരു വെള്ള പശുവുണ്ട്, ഒരു കറുത്ത പശുവുണ്ട്, രണ്ട് എ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് കൗ ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇനി സപ്പോസ് ക്വസ്റ്റ്യനിൽ ബ്ലാക്ക് ആൻഡ് ഈ എ ഇല്ല എന്ന് വിചാരിച്ചോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മളിവിടെ എന്ത് ഫില്ല് ചെയ്യും? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ ഇസ് എന്ന് കൊടുക്കും അല്ലെ? കാരണം എന്താ? അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ എന്നുള്ള മീനിങ് ആയിട്ട് വരും. ഒരു ബ്ലാക്കും വൈറ്റും കലർന്നുള്ള ഒരു കൗ, ആ ഒരു മീനിങ് ആയിരിക്കും വരുന്നത്. രണ്ടു പശുക്കളല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ അവിടെ എസ് ആയിരിക്കും വരിക. ഇനി 16ാമത്തെ ചോദ്യം. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്.
ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. വാസ് ആണോ, വേർ ആണോ, ആർ ആണോ, ഹാവ് ആണോ? ആൻസർ പറഞ്ഞോളൂ. വാസ് ആണ് അല്ലേ? കാരണം എന്താ, ഇവിടെ ബാറ്റ്സ് കണ്ടു, ഇവിടെ എസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പ്ലൂറിൽ കൊണ്ടുപോയിട്ട് എഴുതി വെച്ചേക്കരുത് കേട്ടോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ ഈ പ്രപ്പോസിഷന് മുമ്പുള്ള ആളായിരിക്കും എന്തായിട്ട് വരിക, നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് എന്താ, ദ ക്വാളിറ്റി ആണ്. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ വെർബ്. മൈൻഡിൽ ഓർപ്പിച്ച് വെച്ച അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ വെർബ്, അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ വെർബ്. ഇവിടെ നോക്കുക, ഇവിടെ സിംഗുലർ വെർബ് ആയിട്ടുള്ളത് വാസ് മാത്രമാണ് അല്ലെ. വേറും ആറും ഹാവും ഒക്കെ പ്ലൂറിലാണ്. അപ്പൊ തന്നെ നമ്മൾ എല്ലാത്തിനെയും ക്യാൻസൽ ചെയ്തു. കിട്ടിയോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. വൺ ഓഫ് ദി ഡാഷ് അബ് ദി ബനാന. ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. വൺ ഓഫ് ദി ഡാഷ് അബ് ദി ബനാന. മങ്കി പിക്ക് ആണോ, മങ്കീസ് പിക്ക് ആണോ, മങ്കീസ് പിക്സ് ആണോ, മങ്കി പിക്സ് ആണോ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? മങ്കീസ് പിക്സ് ആണ് അല്ലെ? മങ്കീസ് പിക്സ് ആണ്. എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയേ? നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പൺ ആൻഡ് സേവ് എന്നുള്ള കോഡ് പഠിപ്പിച്ചു തന്നിരുന്നു അല്ലെ? ഓപ്പൺ ആൻഡ് സേവ്, വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. ഇനി ഇവിടെ നോക്കിയേ, പ്ലൂറൽ നൗൺ എന്ന് പറയുമ്പോൾ ഒരു എസ് കൂട്ടണം അല്ലെ? പിന്നെ സിംഗുലർ വെർബും ആയിരിക്കണം. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോഴും എസ് കൂട്ടണം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? മങ്കീസ് പിക്സ് ആണ്. വൺ ഓഫ് ദി മങ്കീസ് പിക്സ് അപ്പ് ദി ബനാന. ഇനി അടുത്ത ചോദ്യം നോക്കാം. എവ്രി മാൻ ആൻഡ് എവ്രി വുമൺ ഡാഷ് എ വോട്ട്. ആലോചിച്ചിട്ട് പറഞ്ഞേ. എവ്രി മാൻ ആൻഡ് എവ്രി വുമൺ ഡാഷ് എ വോട്ട്. എവ്രി ആൻഡ് എവ്രി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. ആൻസർ ഹാസ് ആണ്. ഹാസ് എ വോട്ട്. ഓക്കെ, ഹാവും ആർ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ഇസ് എ വോട്ട് നമ്മൾ പറയോ? ഇസ് എ വോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവരൊരു വോട്ടാണെന്നുള്ള മീനിങ് ആയിട്ട് വരും അല്ലെ? അപ്പൊ ഇസ് തെറ്റാണ്. അപ്പൊ അവർക്കൊരു വോട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പൊസഷൻ ഒക്കെ കാണിക്കുന്ന വാക്കാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഒക്കെ കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് ഹാസ് ആണ്. എവ്രി മാൻ ആൻഡ് എവ്രി വുമൺ ഹാസ് എ വോട്ട്. അടുത്ത ചോദ്യം നോക്കാം. എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക്. എന്തായിരിക്കും ആൻസർ വരിക? എ ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് ആഡഡ് ടു ദ മിൽക്ക്. വാസ് ആണോ, ഹാസ് ആണോ, ആർ ആണോ, വേർ ആണോ? ആൻസർ വാസ് ആണ് അല്ലെ? വാസ്. എ ലോട്ട് ഓഫ് ഷുഗർ വാസ് ആഡഡ് ടു ദ മിൽക്ക്. അപ്പൊ എങ്ങനെയാ നമ്മൾ ആൻസറിലേക്ക് എത്തിയെന്ന് പറയാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, എ ലോട്ട് ഓഫ് കുറെ വാക്കുകൾ ഉണ്ടല്ലോ, ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ എന്താ നോക്കണ്ടേ? അതിന് ശേഷമുള്ള ആൾ നോക്കണം അല്ലെ? ഈ ഷുഗർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ വെർബ്. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഏതാ സിംഗുലർ ആയിട്ട് വരുന്നത്? വാസ് അല്ലെങ്കിൽ ഹാസ് ആണ് നമുക്ക് സിംഗുലർ വെർബായിട്ട് എടുക്കാൻ പറ്റുക അല്ലെ? ഇനി ലോട്ട് ഓഫ് ഷുഗർ വാസ് ആഡഡ് ടു ദ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷുഗർ മിൽക്കിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു മീനിങ്. ഇനി ഹാസ് ആഡഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോട്ട് ഓഫ് ഷുഗർ ഹാസ് ആഡഡ് എന്ന് പറഞ്ഞാൽ ഇത് ഷുഗർ ആണെന്ന് വിചാരിച്ചോ, ഈ ഷുഗർ ആഡ് ചെയ്തു എന്നുള്ള മീനിങ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ലോട്ട് ഓഫ് ഷുഗർ വാസ് ആഡഡ് ടു ദ മിൽക്ക്. അടുത്ത ചോദ്യം. ദ ബോക്സ് ഓഫ് ടോയ്സ് ഡാഷ് ഇൻ ദി ബോയ്സ് ബെഡ്റൂം. പറഞ്ഞോളൂ. ഇസ് ആണോ, ആർ ആണോ, വേർ ആണോ, ഹാവ് ആണോ? ദ ബോക്സ് ഓഫ് ടോയ്സ് ഡാഷ് ഇൻ ദി ബോയ്സ് ബെഡ്റൂം. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഇസ് ആണ് അല്ലേ? കാരണം എന്താ, ഇവിടെ ടോയ്സ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ പലരും. ശ്രദ്ധിക്കേണ്ടത് എന്താ? ഓഫ് ഉണ്ട് അല്ലെ? പ്രപ്പോസിഷൻ ഉണ്ട്. പ്രപ്പോസിഷന് മുമ്പുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ദ ബോക്സ് ആണ് അല്ലെ? ബോക്സ് ഒരു ബോക്സാ. അപ്പൊ സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇവിടെ എസ് ആണ് യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡാഷ് മൈ ബൈനോക്കുലേഴ്സ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എസ് ആണോ, ആർ ആണോ, വോസ് ആണോ, ഹാവ് ആണോ? വേർ ഡാഷ് മൈ ബൈനോക്കുലേഴ്സ്. ആൻസർ ആർ ആണ് അല്ലെ? വേർ ആർ മൈ ബൈനോക്കുലേഴ്സ്. കാരണം നമ്മൾ പഠിച്ചാണ് ബൈനോക്കുലേഴ്സ്, സ്പെക്ടക്കിൾസ്, അങ്ങനെയുള്ള പൈജാമ, സ്പാൻസ്, ഇതൊക്കെ രണ്ടെണ്ണം തോന്നുന്ന രീതിയിലുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം അല്ലെ? പിന്നെ വേർ ഹാവ് മൈ ബൈനോക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലെ? മീനിങ്ലെസ് ആണ്. അപ്പൊ ഇസും വോസും സിംഗുലർ ആയതുകൊണ്ട് തന്നെ അതെടുത്ത് മാറ്റി. വേർ ആർ മൈ ബൈനോക്കുലേഴ്സ്. അപ്പൊ നമ്മുടെ 21 ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചേക്കാണ്. ഇത് ഫസ്റ്റ് സെറ്റ് ആണ് കേട്ടോ. ഇതേപോലെ തന്നെ അടുത്തൊരു സെറ്റും കൂടി ഉണ്ട്. അതിലും 21 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ 20ൽ മാർക്സ് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ, ദ അനൗൺസ്മെന്റ് ഓഫ് ദി റിസൾട്ട്സ് ഡാഷ് എവേറ്റഡ്. ഇവിടെ വരുന്ന ആൻസർ ഇസ് ആണ്. എങ്ങനെയാണ് ഇസ് എന്നുള്ള ആൻസറിലേക്ക് പോയെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ടോപ്പിക്ക്, ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിനകത്തൊരു പ്രിപ്പോസിഷൻ ഉണ്ടോ നോക്കാം. ഇവിടെ ഉണ്ടല്ലോ ഓഫ്. അപ്പോൾ അതിന് മുമ്പുള്ളതായിരിക്കും എന്ത്? നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എങ്ങനെയാണ്? ദ അനൗൺസ്മെന്റ് ആണ്
അപ്പോൾ സിംഗുലർ അല്ലേ, അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ, സിംഗുലർ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഇവിടെ പിന്നെ എന്ത് ഫില്ല് ചെയ്യണം? സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം. നമുക്കറിയാം സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എസ് അല്ലേ വരിക, കാരണം ആർ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, വേറ് പ്ലൂറലാണ്, ആം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ഐയുടെ ഒപ്പമാണ്, അപ്പൊ അതും പറ്റില്ല. ക്ലിയർ ആയോ? അപ്പം ആ ഒരു പോയിന്റ് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ റിസൾട്ട്സ് എന്ന് കാണുമ്പോൾ പലർക്കും ഇവിടെ എസ് ഉണ്ടല്ലോ, ഇവിടെ ആറ് കൊണ്ടുപോയിട്ട് കുത്താനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കണേ, സബ്ജക്റ്റ് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊരു റൂളാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഫ്രണ്ട്സ് ആൻഡ് ബെനിഫാക്ടർ ഡാഷ് കം. ഇതാണ് നമ്മുടെ അടുത്ത റൂള്. അപ്പോൾ റൂൾ വെച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത് കേട്ടോ. മൈ ഫ്രണ്ട് ആൻഡ് ബെനിഫാക്ടർ ഡാഷ് കം. ഇവിടുത്തെ ആൻസർ എന്താ? ഹാസ് ആണ് വരുന്നത്, ഹാസ് കം ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ നമ്മൾ ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ റൂളുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും, ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എൻ്റെ ബെനിഫാക്ടർ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എൻ്റെ ബെനിഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടും ഒറ്റ ആളെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ട് തന്നെയാണ് ബെനിഫാക്ടർ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? രണ്ടും സിംഗിൾ ആളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സിംഗുലർ വെർബ് അല്ലേ. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാസ് യൂസ് ചെയ്യാം അല്ലേ. ഹാസ് കം ആണ് വരുന്നത്. വാസ് കം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക? പാസീവ് ആണെങ്കിൽ, പാസീവ് വോയിസ് ആണെങ്കിലാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് പറ്റില്ല, അത് നമ്മുടെ ആക്റ്റീവ് വോയിസ് തന്നെയാണ്. പിന്നെ ഹാവ് കം പ്ലൂറിലാണ്, വേർ കമ്മും പ്ലൂറിലാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലൂ ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ ആലോചിക്കുക, ഈ മൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എത്ര പ്രാവശ്യം വന്നു? ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യമാണ് വരണമെങ്കിൽ നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ സപ്പോസ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ 2 മൈ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ കേട്ടോ. മൈ ഫ്രണ്ട് ആൻഡ് മൈ ബെനിഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ 2 ഉണ്ടോ നോക്കുക. 2 ഉണ്ടെങ്കിൽ എന്തായിരിക്കും? പ്ലൂറലായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, അറിയാത്ത ആൾക്കാർക്ക് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ മൈ തന്നെ വരണം എന്നില്ല കേട്ടോ, വേറെ ഏത് വാക്കുകൾ വരാം. ഈ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അതിൽ ഏത് വാക്കുകൾ വേണമെങ്കിൽ വരാം. അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ, ദ, അങ്ങനെ ഏത് വേണമെങ്കിലൊക്കെ വരാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരെണ്ണാണെങ്കിൽ നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുക, 2 പേരുണ്ടെങ്കിൽ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 100 rupees dash enough for the taxi fare. 100 rupees. ഇവിടുത്തെ ആൻസർ വരുന്നത് എസ് ആണ്. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ, ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. സിംഗുലർ ആയിരിക്കും വെർബ് കേട്ടോ, വെർബ്. ഓക്കെ, അപ്പൊ 100 rupees എന്ന് കണ്ടു കഴിഞ്ഞാലും ഇവിടെ എസ് ഉണ്ട്, പോയിട്ട് ആറൊന്നും കുത്തിയേക്കരുത്. ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, പിന്നെന്താ പീരിയഡ് ഓഫ് ടൈം, ഇതെല്ലാം എങ്ങനെയായിരിക്കും? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും അതിനുശേഷം വരുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, മോസ്റ്റ് ഓഫ് ദി ബനാനാസ് ഇൻ ദി ബാസ്കറ്റ് ഡാഷ് റൈപ്പൻ. മോസ്റ്റ് ഓഫ് ദി ബനാനാസ് ഇൻ ദി ബാസ്കറ്റ് ഡാഷ് റൈപ്പൻ. ഇവിടെ എന്താ ആൻസർ വരുന്നത്? ഇവിടുത്തെ ആൻസർ വരുന്നത് 6 ആണ് കേട്ടോ. ഏതാണ്? 6 ആണ്. അപ്പൊ എന്തുകൊണ്ടാ ഇവിടെ 6 എന്നുള്ള ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് പറയാം. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറച്ച് വാക്കുകളുണ്ട്. ഏതൊക്കെയാ? മോസ്റ്റ് ഓഫ്, അതുപോലെ തന്നെ ലോട്ട് ഓഫ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്. ഈ വാക്കുകളൊക്കെ പറഞ്ഞു തന്നെ പഠിക്കുക കേട്ടോ. ഗ്രേറ്റ് ഡീൽ ഓഫ്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെയുള്ള വാക്കുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിന് പ്രത്യേക റൂളല്ല, ഇതേപോലത്തെ വാക്കുകൾ വന്നു കഴിയുമ്പോൾ അതിന് ശേഷമുള്ള ആള് എങ്ങനെയാ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം മോസ്റ്റ് ഓഫിന് ശേഷം വന്നിട്ടുള്ള ബനാനാസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എണ്ണാൻ പറ്റുമല്ലോ ബനാന. അപ്പൊ അതെന്തായിരിക്കും? അത് നമുക്ക് കൗണ്ടബിൾ ആണെങ്കിൽ അതിനുശേഷം വരുന്നത് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആണ്. മനസ്സിലായോ? അപ്പൊ മോസ്റ്റ് ഓഫ് ദി ബനാനാസ് ഇൻ ദി ബാസ്കറ്റ് എന്താ വരിക? പ്ലൂറലാണ്. അപ്പൊ നമുക്ക് ഇസ് പറ്റില്ല, വോസ് പറ്റില്ല, ഹാസ് പറ്റില്ല. ഇത് മൂന്നും സിംഗുലർ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ 6 ആണ്. ഓക്കെ, ഇനി സപ്പോസ് ക്വസ്റ്റ്യനകത്ത് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ പ്ലെന്റി ഓഫ് അതെല്ലാം ഉണ്ട് കേട്ടോ, അതെല്ലാം പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, പ്ലെന്റി ഓഫ് ഷുഗർ ഡാഷ് ലോസ്റ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇസ് ആണോ 6 ആണോ? ഇവിടെ വരുന്ന ആൻസർ ഇസ് ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലെന്റി ഓഫിന് ശേഷം വരുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കുക. ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഓരോന്നും എടുത്ത് നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക?
സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യും. അൺകൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ നമ്മൾ അവിടെ സിംഗുലർ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് പഠിച്ചു വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദി ബാസ്കറ്റ് ഡാഷ് 100. ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദി ബാസ്കറ്റ് ഡാഷ് 100. ഇവിടുത്തെ ആൻസർ എന്താ? ആൻസർ എസ് ആണ് കേട്ടോ, എസ് ആണ്. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള റൂളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ദ നമ്പർ ഓഫിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂരൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. ഓക്കെ, ദ നമ്പർ ഓഫിന് ശേഷം പ്ലൂരൽ നൗൺ ആണ് കേട്ടോ. മാംഗോസ് നമുക്ക് എണ്ണാൻ പറ്റൂല, പ്ലൂരൽ നൗൺ ആണ്. അതേപോലെ തന്നെ വെർബ് എങ്ങനെയായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സിംഗുലർ എന്ന് പറയുമ്പോൾ ആറ്, വേറ്, ഹാവ് പറ്റില്ല, ഇതെല്ലാം പ്ലൂരലാണ്. നമ്മുടെ ആൻസർ എസ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ട വേറൊരു റൂളും കൂടി ഉണ്ട്. എന്താ? ദ നമ്പർ ഓഫ് ആണെങ്കിലാണ് പ്ലൂരൽ നൗണും സിംഗുലർ വെർബും. അതേസമയം എ നമ്പർ ഓഫ് ആണെങ്കിൽ എങ്ങനെയാ വരിക? എ നമ്പർ ഓഫ് ആണെങ്കിൽ പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആണ് വരേണ്ടത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് ഞാൻ പറയാ കേട്ടോ. കാരണം എന്താ? പ്ലൂരൽ നൗൺ ആയിരിക്കണം. ഓക്കെ, പ്ലൂരൽ ആയിരിക്കണം, എസ് കൂട്ടണം. പിന്നെ വെർബ് എങ്ങനെയായിരിക്കണം? സിംഗുലർ ആയിരിക്കണം, ഐ മീൻ പ്ലൂരൽ ആയിരിക്കണം. അപ്പൊ എങ്ങനെ വരും? എസ് ആണോ ആറാണോ വരിക? ആറാണ് വരിക. അത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൺ എന്നാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. അപ്പൊ രണ്ട് കേസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? എ നമ്പർ ഓഫും ഉണ്ട്, ദ നമ്പർ ഓഫും ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദ നമ്പർ ഓഫ് ആണെങ്കിൽ പ്ലൂരൽ നൗണും സിംഗുലർ വെർബും ആണ്. എ നമ്പർ ഓഫ് ആണെങ്കിൽ എങ്ങനെയാ? പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത റൂളാണ്, നോക്കിക്കോളൂ. മെനി സ്റ്റുഡൻസ് ഡാഷ് പ്രസന്റ് ടുഡേ. മെനി സ്റ്റുഡൻസ് ഡാഷ് പ്രസന്റ് ടുഡേ. ഇവിടെ എന്താ വരുന്നത്? ഇവിടുത്തെ ആൻസർ വരുന്നത് ആറാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ പഠിച്ചു വെക്കണേ. മെനി അതേപോലെ തന്നെ എ ഗുഡ് മെനി, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെനി അതുപോലെ തന്നെ എ ഗുഡ് മെനി. ഇതിന് ശേഷം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആണ് കേട്ടോ. മെനി സ്റ്റുഡൻസ് പ്ലൂരൽ നൗൺ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരണം? പ്ലൂരൽ വെർബ് തന്നെ വരണം. പ്ലൂരൽ വെർബ് എന്ന് പറഞ്ഞാൽ ആറല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ആൻസർ, 6 വരുന്നത്. അപ്പോൾ മെനി ഗുഡ് മെനിക്ക് ശേഷം പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ദ ന്യൂസ് ഡാഷ് റിയലി ഗോയിങ് ടു ഷേക്ക് ദി ഗവൺമെന്റ് ടു ദി റൂട്ട്സ്. ദ ന്യൂസ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഇവിടുത്തെ ആൻസർ എസ് ആണ്. വളരെ സിമ്പിൾ ആണ്. കാരണം കുറച്ച് വാക്കുകളുണ്ട്, ആ വാക്കുകൾക്കൊക്കെ ശേഷം നമ്മൾ സാധാരണ സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഏതൊക്കെയാ? ന്യൂസ്, ലാസ്റ്റ് എസ് കണ്ടോ? അപ്പൊ നമുക്ക് സിംഗുലർ ആണെന്ന് ആലോചിക്കാം കേട്ടോ. ന്യൂസ്, പിന്നെ ഏതാ? ഫിസിക്സ്, മാത്തമാറ്റിക്സ്, പിന്നെ ഏതാ? പൊളിറ്റിക്സ്. പിന്നെ അസുഖങ്ങളുണ്ട്, മീസൽസ്, മംസ്, കണ്ടോ? ലാസ്റ്റ് എല്ലാം എസ് ആണ് വരുന്നത്. മീസൽസ്, പിന്നെ മംസ്, റിക്കറ്റ്സ്, ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് എസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം കേട്ടോ. എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം ടു മാൻ. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം ടു മാൻ. ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ബ്രിങ്സ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആൻഡ് ഉണ്ടല്ലോ, രണ്ടാൾക്കാരുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഈ ബ്രിങ്സ് വരുന്നത്? ബ്രിങ് അല്ലേ വരേണ്ടതെന്നൊക്കെ വിചാരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഏജും എക്സ്പീരിയൻസും നമ്മൾ ഒറ്റ ഒരു ഐഡിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ? ഏജും എക്സ്പീരിയൻസും എന്ന് പറഞ്ഞത് ഒറ്റ ഒരു സിംഗിൾ ഐഡിയ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ സിംഗിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും? എസ് കൂട്ടിയിട്ടല്ലേ നമ്മൾ പറയാം. സോ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ബ്രിങ്സ് വിസ്ഡം ടു മാൻ എന്നുള്ളതാണ് ആൻസർ. ഇതേപോലത്തെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം? കാരണം ബ്രെഡും ബട്ടറും അതിനെ ഒന്നായിട്ടാണ് കാണുന്നത്. കാരണം ബ്രെഡിൽ ബട്ടറൊക്കെ തേച്ച് കഴിക്കുന്നതാണ്, അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു മീനിങ്. അപ്പോൾ ഇസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, സിംഗുലർ ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ഷോപ്പ് ആർ ഗുഡ് എന്നാ പറയാ. കാരണം ബ്രെഡും ബട്ടറും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കേസാ പറയുന്നത്. അപ്പൊ അവിടെ ഒന്നായിട്ടാണോ കൺസിഡർ ചെയ്തിട്ടില്ലേ? അല്ല, കടക്കാരൻ ബ്രെഡ് വേറെ തരും, ബട്ടർ വേറെ തരും അല്ലെ? അപ്പൊ അവിടെ ആ ഒരു കേസിൽ വരുന്നത് എന്തായിരിക്കും? അവിടെ വരുന്നത് പ്ലൂറലാണ്. അപ്പൊ ഈ രണ്ട് കേസുകളൊന്ന് മനസ്സിലാക്കാട്ടോ. എന്താ പറഞ്ഞിട്ടില്ലേ? ഒരേ ഐഡിയ ആണ് തരണമെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ആയിരിക്കും. അതേസമയം ഈ കേസ് കേട്ടോ, ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദി ഷോപ്പ്, ഫ്രം ദി ഷോപ്പ് ആർ ഗുഡ് ആണ്. മനസ്സിലായി? ഇത് രണ്ടും കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പൊ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ആയിരിക്കും, സിംഗിൾ ഐഡിയ അല്ലല്ലോ.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് വൺ ഓഫ് ദി ബോയ്സ് ഡാഷ് ഹിയർ. ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? വൺ ഓഫ് ദി ബോയ്സ് ഡാഷ് ഹിയർ. ഇവിടുത്തെ ആൻസർ കംസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനൊരു റൂൾ ഉണ്ട് കേട്ടോ, ഞാനതിന് കോഡൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓർത്താൽ മതി, ഓപ്പൺ ആൻഡ് സേവ്. അതായത് വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് വരണം? പ്ലൂറൽ നൗൺ വരണം. അതേപോലെ തന്നെ സിംഗുലർ വെർബ് ആയിരിക്കണം. സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? എസ് കൂട്ടിയിട്ട് പറയണം അല്ലെ. അപ്പൊ ഓപ്പൺ ആൻഡ് സേവ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ പഠിക്കേണ്ട വേറൊരു റൂളും കൂടി ഉണ്ട്, ശ്രദ്ധിക്കുക. വൺ ഓഫ് ദി ബോയ്സ് ഹൂ കം ഹിയർ ഡാഷ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് വൺ ഓഫ് ദി ബോയ്സിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്? വൺ ഓഫ് ദി ബോയ്സിന് ശേഷം പ്ലൂറൽ നൗൺ ആണ്. അപ്പൊ കണ്ടോ, വൺ ഓഫ് ദി ബോയ്സിന് ശേഷം വൺ ഓഫ് ദിക്ക് ശേഷം പ്ലൂറൽ നൗൺ ആണ്. ഓക്കെ, പിന്നെ എങ്ങനെയായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കണം. സിംഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയിട്ട് എസ് ചേർത്തിട്ടില്ലല്ലോ, അതെന്തായിരിക്കും കാര്യം? അപ്പൊ ഇത് ഒരു എക്സെപ്ഷൻ കേസാണ്. ഇവിടെ ഒരു ആള് പ്രത്യേകം വന്നിട്ടുണ്ട്. ആരാ? ഹൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും കേട്ടോ, ഹൂ, വിച്ച്, ദാറ്റ്, അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെയുള്ള ആൾക്കാർ വരികയാണെങ്കിൽ ഇതിന് മുമ്പ് ആരാണോ വന്നിട്ടുള്ളത്? ബോയ്സ് ആണ്. ബോയ്സ് പ്ലൂറൽ ആണല്ലോ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ഹൂവിന് ശേഷം വരുന്ന വെർബ്. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ ഹൂ, വിച്ച്, ദാറ്റ്, ഹും, ഹൂസ് ഇതേപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് എങ്ങനെയാണോ നമ്മുടെ സബ്ജക്റ്റ് അതേപോലെ തന്നെയായിരിക്കും ഹൂവിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്യേണ്ട വെർബ് വരിക. ഇവിടെ ബോയ്സ് ആണ്, പ്ലൂറൽ ആണ്. അപ്പൊ എന്റെ വെർബ് എങ്ങനെയായിരിക്കണം? അതും പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ ഞാൻ എസ് ചേർക്കാൻ പാടില്ല അല്ലെ. പ്ലൂറൽ വെർബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ രണ്ടാമത്തെ ഡാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിംഗുലർ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് വെർബ് ഈ ഹൂവിന് മുമ്പിൽ ആരാണോ അതനുസരിച്ചിരിക്കും. രണ്ടാമത് വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ രണ്ട് കേസുകൾ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. രമേശ് ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ക്രിക്കറ്റ്. ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഇവിടുത്തെ ആൻസർ ലൈക്സ് ആണ്. ലൈക്സ് ആണ്. കാരണം ആസ് വെൽ ആസ് ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ. ഏതൊക്കെയാ? കുറേ വാക്കുകളുണ്ട്. ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, പിന്നെ ഏതാ? റാദർ ദാൻ, അൺലൈക്ക്, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇതുപോലത്തെ വാക്കുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കുക. അപ്പൊ രണ്ടാൾക്കാരുണ്ട്, ഫ്രണ്ട്സും ഉണ്ട് രമേശും ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് കണ്ടിട്ട് പോയിട്ട് പ്ലൂറലിലേക്ക് കയറരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, ആൻ അഡീഷൻ ടു, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താ? ഇതിന് മുമ്പുള്ള ആള്, അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഡാഷ് ഫിൽ ചെയ്യേണ്ടത്. രമേശ് സിംഗുലർ ആണല്ലോ. സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബും സിംഗുലർ ആയിരിക്കും. നമ്മളൊരു എസ് കൂട്ടിയിട്ട് പറയണം അല്ലെ. സോ ആൻസർ ലൈക്സ് ക്രിക്കറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. Neither the leader nor his friends dash found guilty. ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? Neither the leader nor his friends dash found guilty. ആൻസർ എന്തായിരിക്കും വരുന്നത്? വേറാണ് വരുന്നത്. കാരണം എന്താ? ഈ നൈദർ നോർ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ കുറച്ച് വാക്കുകളുണ്ട്. അത് ഏതൊക്കെയാ? നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ. നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, ഇതേപോലത്തെയുള്ള വാക്കുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണ്? നമ്മളെപ്പോഴും നോക്കേണ്ടത് രണ്ടാമത്തെ സബ്ജക്റ്റിനെ നോക്കുക. രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഡാഷ് ഫിൽ ചെയ്യേണ്ടത്. ഇവിടെ ഫ്രണ്ട്സ് ആണല്ലോ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബാണ്. അപ്പൊ നമ്മുടെ ആൻസർ വേർ. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദ കമ്മിറ്റി ഡാഷ് ടേക്കൺ എ ഡിസിഷൻ യുനാനിമസ്ലി. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ദ കമ്മിറ്റി ഡാഷ് ടേക്കൺ എ ഡിസിഷൻ യുനാനിമസ്ലി. ഇവിടുത്തെ ആൻസർ ഹാസ് ആണ്. കാരണം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താ? കമ്മിറ്റികളിലെ എല്ലാ ആൾക്കാരും ഒരു ഡിസിഷൻ ഒരേപോലെ, അതായത് എഗ്രി ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അവരെല്ലാവരും കൂടെ ഒറ്റൊരു ഡിസിഷനിലേക്ക് എത്തി എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ കമ്മിറ്റിനെ മൊത്തം ഒന്നായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? ഹാസ് ആണ് വരിക. നമ്മൾ അതിനെ ഒറ്റ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഹാസ് ആണ്. ഇനി സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടണമെന്ന് വിചാരിച്ചോളൂ. ദ കമ്മിറ്റിയുടെ ഒക്കെ സ്പെല്ലിങ് പഠിക്കുക കേട്ടോ. 2 M ഉണ്ട്, 2 T ഉണ്ട്, 2 E ഉണ്ട്, പിന്നെ ഒരു I. അപ്പൊ കമ്മിറ്റിയിൽ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ 2 എണ്ണം വീതം ഉണ്ട്. 2 M, 2 T, 2 E, പിന്നെ ഞാൻ ഒരാള് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ. ദ കമ്മിറ്റി ഡാഷ് ഡിവൈഡഡ് ഓൺ ഡിഫറെന്റ് ഒപ്പീനിയൻസ്. ഇവിടെ എന്തായിരിക്കും വരുന്നത്? ദ കമ്മിറ്റി
എസ് ആണോ ആറാണോ? ഇവിടെ ആറാണ് വരിക. കാരണം എന്താ, കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഡിവൈഡ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരുന്നു. അപ്പൊ അതിനെ നമ്മൾ ഒറ്റൊരു എന്താ പറയാ ഒറ്റൊരു കൺസെപ്റ്റിലല്ലല്ലോ നമ്മൾ പറയുന്നത്. അതിന് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ പ്ലൂറലായിട്ട് തന്നെയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ആൻസർ ആറാണ് വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഡാഷ് കം. എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ്, ആൻസർ ഹാസ് ആണ്. കാരണം ഇതേപോലെയുള്ള, അതായത് എ ഗ്രൂപ്പ് ഓഫിന് ശേഷം കളക്റ്റീവ് നൗൺസിന് ശേഷം ഓഫ് ഉണ്ടെങ്കിൽ, കണ്ടോ ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ കളക്റ്റീവ് നൗൺസിന് ശേഷം ഓഫ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. സിംഗുലർ ഫോം എന്ന് പറഞ്ഞാൽ ഹാസ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ബ്ലാക്ക് പാൻസ് ഡാഷ് വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട്. ബ്ലാക്ക് പാൻസ് ആർ വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട് ആണ്. കാരണം നമ്മൾ സാധാരണ ഈ രണ്ടായിട്ട് തോന്നുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, എന്താ ഈ പാൻസ്, പൈജാമാസ്, ട്രൗസേഴ്സ്, സ്പെക്ടിക്കിൾസ്, ഇതേപോലത്തെ ഉള്ള കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം. അതിനൊക്കെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ബ്ലാക്ക് പാൻസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഇടാൻ രണ്ട് ഇതുണ്ടല്ലോ, അതേപോലെ തന്നെ സ്പെക്ടിക്കിൾസ് ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പ്ലൂറലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ പഠിക്കാനുണ്ട്. സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ എ പെയർ ഓഫ് ഷൂസ്, എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ബീൻ ബോട്ട്. ഓക്കെ, ഹാസ് ആണോ ഹാവ് ആണോ? ഇവിടെ വരുന്ന ആൻസർ എന്താ, ഹാസ് ആണ്. അപ്പൊ ഷൂസ് ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണോ? അല്ല, ഒരു പെയർ ഓഫ് ഷൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, എ പെയർ ഓഫ് ഷൂസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഷൂസ് ഒറ്റയ്ക്കാണെങ്കിൽ പ്ലൂറലും, എ പെയർ ഓഫ് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിംഗുലർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഈ കേസിൽ ഹാസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ പോലീസ് ഡാഷ് അറസ്റ്റഡ് ഹിം. ദ പോലീസ് ഡാഷ് അറസ്റ്റഡ് ഹിം. ഇവിടുത്തെ ആൻസർ ഹാവ് ആണ്. കാരണം കുറച്ച് ആൾക്കാരുണ്ട്, ഏതൊക്കെയാ, കാറ്റിൽ, അതുപോലെ തന്നെ കാവലറി, ക്ലേർജി, ജെൻട്രി, പീപ്പിൾ, പോലീസ്, ഇതിനൊക്കെ ശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പ്ലൂറലാണ്. ആരൊക്കെയാണ്? കാറ്റിൽ, കാവലറി, ക്ലേർജി, പിന്നെതാ ജെൻട്രി, പീപ്പിൾ, പോലീസ്, ഇതിനൊക്കെ ശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലൂറൽ ഫോം ഓഫ് ദി വെർബാണ്, പ്ലൂറലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഹാവ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഡാഷ് വെരി ഡേഞ്ചറസ്. ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഇസ് വെരി ഡേഞ്ചറസ്. കാരണം ഇതൊരു ജെറൻഡ് ആണ് അല്ലെ. ഈ ജെറൻഡ് എന്ന് പറഞ്ഞാൽ ING, വെർബിന്റെ ഒപ്പം ING കൂട്ടിയിട്ട് വരുന്നതിനെയാണ് നമ്മൾ സാധാരണ ജെറൻഡ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അപ്പൊ സ്മോക്കിംഗ് ഇസ് അല്ലേ യൂസ് ചെയ്തത്. അപ്പൊ അതേപോലെ തന്നെ പ്ലേയിങ് ആണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മൾ സിംഗുലർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻസർ ഇസ്. പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഇസ് വെരി ഡേഞ്ചറസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, അടുത്തത് എവ്രി വൺ ഡാഷ് കം ടു ദി ക്ലാസ്. എവ്രി വൺ ഡാഷ് കം ടു ദി ക്ലാസ്. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? എവ്രി വൺ ഹാസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഹാസ് എന്നുള്ളത് പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ആരൊക്കെയാണ്? either, neither, each, everyone, everybody, somebody, someone, anybody, anyone, no one, none, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. എവ്രി വൺ, പിന്നെ ഏതാ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാം. എവ്രി വൺ, എവ്രിബഡി, എവ്രിബഡി, പിന്നെ ഈ ബഡി വെച്ചിട്ട് തന്നെ ഏതൊക്കെയാ? സംബഡി, എനിബഡി, നോബഡി, പിന്നെ വണ്ണ് വെച്ചിട്ട് തന്നെ എനി വൺ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കണം? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം. സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം. അപ്പൊ എന്താ വരിക? ഹാസ് ആണ് വരിക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, മെനി എ ഡാഷ് ഇസ് ഇൻഫോംഡ് ദി ക്ലാസ്. മെനി എ ഡാഷ് ഇസ് ഇൻഫോം ദി ക്ലാസ്. ഇവിടെ വരുന്ന ആൻസർ എന്താ? മെനി എ സ്റ്റുഡൻ്റ് ആണ്. റീസൺ എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, മെനി എ വന്നു കഴിയുമ്പോൾ, ഞാൻ കോഡാണ് പറയുന്നത് കേട്ടോ. മെനി എ വന്നു കഴിഞ്ഞാൽ SS എന്ന് ആലോചിച്ചാൽ മതി. എന്താ? മാസ് എന്ന് ആലോചിക്കാം. മെനി എ വന്നു കഴിഞ്ഞാൽ സിംഗുലർ നൗണും അതേപോലെ തന്നെ സിംഗുലർ വെർബും ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ പറയുക? സിംഗുലർ നൗൺ ആണ്. അപ്പൊ നൗണ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ സ്റ്റുഡൻ്റ് ആണ് അല്ലെ. മെനി എ സ്റ്റുഡൻറ്. വെർബ് എങ്ങനെയാണ്? സിംഗുലർ ആണ്. എസ് ആണ് വരിക കേട്ടോ. അവിടെ പോയിട്ട് R യൂസ് ചെയ്യരുത്. അപ്പൊ മെനി എ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് എന്താണ്? മാസ് എന്നുള്ളത് ആലോചിക്കുക. അതേപോലെ തന്നെ വൺ ഓഫ് ദി വരികയാണെങ്കിൽ എന്താ? ഓപ്പൺ ആൻഡ് സേവ് എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മെമ്മറിയിലേക്ക് വീണ്ടും വീണ്ടും വന്നോളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഫർണിച്ചർ ഡാഷ് ബീൻ ഡാമേജ്ഡ്.
ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഫർണിച്ചർ ഡാഷ് ബീൻ ഡാമേജ്. എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ഹാസ് ആണ്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നോ ഒരു റൂള്, അതായത് എന്താ ദ ഗ്രേറ്റർ പാർട്ട് ഓഫ്, പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, ഹാഫ് ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു 4ാമത്തെ ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അതേപോലത്തെ ഉള്ള ഒരു വാക്ക് തന്നെയാണ് ഗ്രേറ്റർ പാർട്ട് ഓഫ്. ഫ്രാക്ഷൻ പോലെ ഹാഫ് ഓഫ് എന്നൊക്കെ പറഞ്ഞ പോലെ ഗ്രേറ്റർ പാർട്ട് ഓഫ്. അപ്പൊ ഇതേപോലത്തെ വാക്കുകൾക്ക് ശേഷം വരുന്ന ആള് എന്താ, നമുക്ക് ഇതിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് അൺകൗണ്ടബിൾ ആണ്. ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതേപോലെ ഈ ഡെസ്കും ചെയറും ഒക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റും. പക്ഷെ ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിളിന് ശേഷം എപ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. സിംഗുലർ ഫോം ഓഫ് ദി വെർബ് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? ഹാസ് ആണ് വരിക. ക്ലിയർ ആയോ? ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഫർണിച്ചർ ഹാസ് ബീൻ ഡാമേജ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഓരോന്നും ഓരോ റൂളാണ് കേട്ടോ. അതൊന്നും എഴുതിയെടുക്കുക, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈച്ച് ആൻഡ് ഈച്ച് ഗേൾ ഡാഷ് ഗിവൺ പ്രൈസസ്. ഇവിടെ എന്താ വരുന്നത്? നമ്മുടെ ആൻസർ വാസ് ആണ്. ഈച്ച് ആൻഡ് ഈച്ച്. അപ്പൊ ഇതൊരു പ്രയോഗമാണ് കേട്ടോ. ഈ ഈച്ച് ആൻഡ് ഈച്ച്, അതേപോലെ തന്നെ ഈച്ച് ആൻഡ് എവ്രി. ഈച്ച് ആൻഡ് ഈച്ച്, ഈച്ച് ആൻഡ് എവ്രിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ഫോം, അതായത് നൗണും സിംഗുലർ ആയിരിക്കണം, അതുപോലെ തന്നെ വെർബും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, കണ്ടോ? നൗണ് സിംഗുലർ അല്ലേ. അതേപോലെ തന്നെ വെർബ് എന്ന് പറയുമ്പോൾ വാസ് ആണ് ഇവിടെ വരിക. ഈച്ച് ആൻഡ് ഈച്ച് ഗേൾ വാസ് ഗിവൺ പ്രൈസസ്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യു ദ ഗേൾ ഡാഷ് ബ്യൂട്ടിഫുൾ. ഇവിടെ വരുന്ന ആൻസർ എന്താണ്? ആറാണ്. അപ്പൊ ദ ഗേൾ കണ്ടിട്ട് പലരും ഇവിടെ പോയിട്ട് ഇസ് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, യു ദ ഗേൾ ഡാഷ് ബ്യൂട്ടിഫുൾ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ യുവിനെ തന്നെയാണ് ഇവിടെ വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് നീയാണ് ആ ഗേൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഒരേ ആള് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആളെ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ വേണമെങ്കിൽ ഇതിനങ്ങ് വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ യുവിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആറല്ലേ യൂസ് ചെയ്യുക. എസ് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആറ്. അപ്പോസിഷൻ റൂൾ എന്ന് പറയും കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആളെ തന്നെയാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആളെ നോക്കാൻ നിൽക്കണ്ട. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആളനുസരിച്ചിട്ട് വെർബ് ഫിൽ ചെയ്യാം. എക്സെപ്ഷൻ വരുന്ന കേസുകളൊക്കെ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് കൂടുതൽ ചെയ്യാൻ തോന്നുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഈ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക, എഴുതി പഠിക്കുക. ഓരോ റൂളുകളും കുഞ്ഞു കുഞ്ഞായിട്ട് ഒരു ബുക്കിനകത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.